അതിരാവിലെ തന്നെ ജിൻഡോ എഴുന്നേറ്റ് വന്ന് ശ്രീരേഖയോട് ചോദിക്കുന്നുണ്ട്, ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, സുഖമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ലായിരുന്നു, നന്നായി ഉറങ്ങി. ഇന്നലെ നിങ്ങളുടെ വാശിയേറിയ മത്സരം പവറിന് വേണ്ടിയിട്ടുള്ള വലത് നടക്കൂ എന്നൊക്കെ ഇങ്ങനെ ശ്രീരേഖ ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ചെസ് കളി ഒഴികെ വേറെ എന്ത് തന്നാലും ഞാൻ റെഡിയാണ്, അതുമാത്രം തരയിലെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ശ്രീരേഖ, ഓ അതങ്ങനെയാണല്ലോ, ബുദ്ധി ഉപയോഗിച്ചുള്ള കളികളാകുമ്പോൾ ജിൻഡോയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഇനി ജിൻഡോയ്ക്ക് വേണ്ടി ബുദ്ധിപരമല്ലാത്ത ഗെയിമുകളെല്ലാം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ജിൻഡോ, ചേച്ചി എന്നെ ഒന്ന് ആക്കിയതാണോ? ഏയ് അങ്ങനെയൊന്നും അല്ലടാ, നിനക്ക് അങ്ങനെ തോന്നിയോ? ആ എനിക്ക് ചെറുതായിട്ടൊക്കെ തോന്നിയെന്നിങ്ങനെ ജിൻഡോ പറയുന്നുണ്ട്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ശ്രീരേഖ ജിൻഡോയുടെ അടുത്തായിട്ട് ചോദിക്കുകയാണ്, ബിഗ് ബോസ് എപ്പോൾ ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ബാത്റൂമിലേക്ക് ഓടുന്നത്? നിങ്ങളൊരു പവർ ടീം അംഗമായിട്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അത് ഞാൻ ബാത്റൂമിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട്, എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ബാത്റൂമിൽ ആരുണ്ടാവാനാണ്? അത് കേട്ട് ജിൻഡോ പറയുന്നുണ്ട്, അത് എനിക്ക് തുടക്കം മുതലേ ഉള്ള ശീലമായി പോയി, ഇനി എനിക്കത് മാറ്റാനും പറ്റില്ല, ഒരു പവർ എല്ലാം കിട്ടിയെന്ന് വെച്ച് ഞാൻ എന്റെ സ്വഭാവം മാറ്റണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല, ഞാനൊരു തമാശക്കെല്ലാം ചോദിച്ചതാന്ന് പറയുന്ന ശ്രീരേഖയെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് അടുത്ത ആഴ്ചയിലെ പവർ ടീമിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ടാസ്കുകളെല്ലാം ഉണ്ടാകും. ആരായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ അടുത്ത പവർ ടീം എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.